ഇവിടെയാണ് ഞങ്ങൾ നിന്ന റൂം. ഞങ്ങളിന്ന് ഏഴാമത്തെ ദിവസമാണ്. ഞങ്ങളിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. വേറെ സ്ഥലമല്ല, വേറെ റൂമിലേക്ക് പോവാണ്. 7ാമത്തെ ദിവസമാണ്. ഈ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് 2 ദിവസത്തിനായിട്ട് വേറെ റൂം എടുക്കണം, അവിടെ പോകണം. ജയ്പൂരിലെ 2ാമത്തെ ദിവസം ഞങ്ങൾ മറ്റൊരു ഹോട്ടലിലേക്ക് മാറുകയാണ്. ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ രാവിലെ അവിടെ പോയിട്ട് ലഗേജ് വെച്ചിട്ട് നമ്മൾ കറങ്ങാനിറങ്ങും. അതാണ് പ്ലാന്. ഏതായാലും ജയ്പൂരിൻ്റെ നഗരവീഥികളിലൂടെ അതിരാവിലെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പുതിയ താമസ സ്ഥലത്തെത്തി. താമസ സ്ഥലം എയർബിഎൻബി വഴി ബുക്ക് ചെയ്തതാണ്. അതിൻ്റെ താഴെ ഇങ്ങനൊരു കാഴ്ച കണ്ടു. പാല് രാവിലെ തന്നെ കൊണ്ടുവന്ന് ഇത് വിതരണം ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ഒരു സംഘം. ഏരിയ 369 എന്ന് പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എയർബിഎൻബി വഴി ബുക്ക് ചെയ്തത്. ഇതൊരു മൾട്ടി ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണ്, പെൻറ്റ് ഹൗസ്. നല്ല ഒരു സൗകര്യമുള്ളൊരു സ്ഥലമാണ്. നമ്മൾ മാത്രമേ ഇന്ന് ഇവിടെ താമസക്കാരേ ഉള്ളൂ. അങ്ങനെ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾ റൂമിൽ ലഗേജൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു പെട്ടിപ്പീടിയിൽ വന്നിട്ട് 2 കോഫി ഓർഡർ ചെയ്തിട്ടിരുന്നു. തൊട്ടപ്പുറത്തുനിന്ന് നമ്മൾ മിക്സ് വെജ് പക്കോടിയും ബ്രെഡ് പക്കോടിയും ഓർഡർ ചെയ്തു. അതും വന്നു. ഇയാളാണ് ഇതിൻ്റെ ഓണർ. ഇയാൾ ഭയങ്കര വെൽക്കമിങ് ആയിട്ട്, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തോടെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മളോട് വീടും സ്ഥലമൊക്കെ അന്വേഷിച്ച് നമ്മൾ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് കേരളത്തിൽ നിന്ന് അറിയുന്ന ഒരാളുണ്ട്, ഷിഹാബ് ചോട്ടൂർ. ഷിഹാബ് ചോട്ടൂർ ഇതിൻ്റെ മുന്നിലുള്ള റോട്ടിലൂടെയൊക്കെ നടന്നു പോയതിൻ്റെ കഥയൊക്കെ ഇപ്പം ഞങ്ങളോട് ഷെയർ ചെയ്തു. മാത്രമല്ല പുള്ളീൻ്റെ സന്തോഷത്തിന് നമുക്ക് 2 ലെമൺ ടീ കോംപ്ലിമെൻ്ററി ആയിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് സന്തോഷിപ്പിക്കാൻ തന്നു. അയാൾ നമുക്ക് ഫ്രീ ആയിട്ട് ലെമൺ ടീ ഒക്കെ തന്നു സാമ്പിളായിട്ട്. താങ്ക് യു സോ മച്ച്. ഞങ്ങളങ്ങനെ ഹവാമഹൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മറ്റേ സാധനത്തിലാണ് പോകുന്നത്. അപ്പം റമിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി അല്ലേ? ഈ കറണ്ട് വണ്ടിയിലാണ് പോകുന്നത്. ഇത് ഭയങ്കര സുഖാട്ടോ. 10 റുപ്യ എടുത്താൽ മതി. ഇവർ നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇതിൽ 10 റുപ്യ എടുത്താൽ മതി, നമുക്ക് വേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയി കറങ്ങിയെടുക്കാം. ഇലക്ട്രിക് വണ്ടിയാണ്. അങ്ങനെ ഞങ്ങൾ പേടിപ്പിടിച്ച ഹവാമഹൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് സ്വപ്നം കണ്ട് പ്ലാൻ ചെയ്ത് നടന്നതിന് ഒരു വലിയൊരു സംഭവം ഞങ്ങളെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ദിസ് ഇസ് ഇറ്റ്, ഹവാമഹൽ. 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. പാലസ് ഓഫ് വിൻസ് എന്നാണ് ഹവാമഹലിൻ്റെ അർത്ഥം. ഒരു തേനീച്ചക്കൂടിനെ അനുസ്മരിപ്പിക്കും വിധം ഏകദേശം 953 ചെറിയ ജനാലകളോട് കൂടിയിട്ടാണ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കൊട്ടാരത്തിലുള്ള സ്ത്രീകൾക്ക് ദിനേന നടക്കുന്ന കാര്യങ്ങളും റോട്ടിലൂടെ നടക്കുന്ന ആഘോഷങ്ങളും ഒക്കെ ഈ ജനലിലൂടെ അവരെ ഇങ്ങോട്ട് കാണാത്ത രീതിയിൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിലൂടെ കാറ്റ് നല്ലോണം കടന്നിട്ട് എപ്പോഴും ചൂട് കാലത്തൊക്കെ എപ്പോഴും തണുപ്പ് നിലനിർത്തും. ഈ കാണുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ, അതിൻ്റെ മുൻഭാഗമല്ല. മുൻഭാഗം അപ്പുറത്താണ്. അതിൻ്റെ ഉള്ളിലേക്ക് 200 രൂപ കൊടുക്കണം. അപ്പം അത് എന്താ പറയുക, കുറേ ആർക്കിടെക്ചറും കാണാനൊക്കെ നമ്മൾ സിമിലർ പ്ലേസസ് ഒരുപാട് പോകുന്നുള്ളതുകൊണ്ട് നമ്മളവിടെ പോകുന്നില്ല. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഈ കഫേയിലൊക്കെ കയറണം. പക്ഷേ അവർ 200 രൂപ കവർ ചാർജിനെ പറയുന്നുണ്ട് പെർ പേഴ്സൺ. അപ്പോൾ ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ 200 രൂപ കൊടുക്കണം. 200 രൂപ കൊടുത്ത് എന്തെങ്കിലും അവിടെ നിന്ന് കഴിക്കണം. എന്നിട്ട് അവർ ഫൈനൽ ബില്ല് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാണ് പറയുന്നത്. ഹവാമഹലിൻ്റെ ചുറ്റും 2 സൈഡിലുമായിട്ട് ഒരുപാട് കച്ചവടങ്ങളുണ്ട്. തുറന്നു വരുന്നേ ഉള്ളൂ, നേരം 10 മണിയായി. തുറന്നു വരുന്നേ ഉള്ളൂ. ചെരുപ്പുകൾ, ലെതറിൻ്റെ ചെരുപ്പുകൾ, എന്താ പറയുക, ജ്വല്ലറികൾ, ഡ്രസ്സുകൾ, നല്ല പ്രിൻ്റഡ് ഡ്രസ്സുകൾ, എല്ലാം നല്ല നല്ല ഡ്രസ്സുകളൊക്കെ. നല്ല വിലയാണ് ഇവിടെ. നമ്മളെ കണ്ടാൽ തന്നെ ഒരു തോന്നിയ വില പറയും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കച്ചവടങ്ങൾ 2 ഭാഗത്തുണ്ട്. നമ്മളൊരു ഇളനീം കുടിക്കാട്ടോ, ദാഹിച്ചിട്ട് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയപ്പോൾ തന്നെ ഉള്ളൂ. നേരെ സിറ്റി പാലസിലേക്ക് കയറാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. പല വിധത്തിലുള്ള സ്ട്രീറ്റ് ഷോപ്പിങ്ങും കണ്ടിട്ടുണ്ട്. ഈ അപ്പച്ചൻ മുക്കുന്ന സാധനം നോക്കും, സിഗരറ്റ്. പോണ വഴിയിൽ ഒരുപാട് പ്രാവും കൂട്ടങ്ങളൊക്കെ ഉണ്ട്. തീറ്റ കൊടുക്കാനാണെങ്കിൽ ഇവിടെ കച്ചവടങ്ങളും ഒരുപാടുണ്ട്. ചോളം, ചെറുപയർ, ഉഴുന്ന്, അങ്ങനത്തെ ഒരുപാട് ധാന്യങ്ങൾ ഒരുപാട് ഇവിടെ ഉണ്ട്. മഹാരാജ സവായ് മാൻസിംഗ് 2 ഉണ്ടാക്കിയതാണ് എന്നാണ് പറയപ്പെടുന്നത്.
ഇതാണ് സിറ്റി പാലസിലേക്കുള്ള വഴി. അതിന്റെ പാർക്ക് ഇപ്പോഴത്തെ കാണുന്നത്. ഒരുപാട് ആർക്കിടെക്ചറുകളുണ്ട്, ഒരുപാടുണ്ട്. ഇതിനുള്ളിൽ പാലസ് സ്കൂളുണ്ട്, ഒരു ബറാഡാറി റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടോ, 2 പേർക്കുള്ള ടിക്കറ്റ് എടുത്തു. 2 പേർക്കുള്ള ടിക്കറ്റിന് ഏകദേശം അല്ല, ഒരാൾക്ക് 300 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഭയങ്കര വലിയ ടിക്കറ്റൊക്കെ ഉണ്ട്. ഇതില്ലേ നല്ല റോയൽ ഫീൽഡ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പാംഫ്ലെറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ റിവ്യൂ നോക്കിക്കൊണ്ടിരിക്കണം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഇനി ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറട്ടെന്താ. സിറ്റി പാലസ് കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആർട്ട് വർക്കൊക്കെ ഉണ്ട്. അവിടെ ട്രാൻസ്ഫോർമേഷൻ ഇൻ പ്രോഗ്രസ് ആണ്, അപ്പോൾ വർക്ക് എടുക്കുകയാണ്. റമ്മി ഓരോന്ന് നോക്കി പഠിക്കുന്നുണ്ട്. സിറ്റി പാലസിൻ്റെ കാഴ്ചകൾ കാണാൻ നമ്മളൊരു ഗൈഡിനെ എടുത്തു. 400 രൂപയാണ് ഗൈഡിൻ്റെ റേറ്റ്. പുള്ളിയുടെ മുഖം കാണിക്കുന്നത് താല്പര്യമില്ല. 1727 ജയ്പൂര് തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം അവരെല്ലാം താമസം ഇങ്ങോട്ട് മാറി. 1949 വരെ ഇവിടെ തന്നെയാണ് അവരുടെയൊക്കെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും രാജകുടുംബം താമസിക്കുന്നത് ഈ പാലസിന്റെ ഉള്ളിൽ തന്നെയാണ്. പാലസിന്റെ നടത്തിപ്പും അവരുടെ കീഴിലുള്ള ഒരു ട്രസ്റ്റാണ് നടത്തിക്കൊണ്ടുപോകുന്നത്. രാജമാതാവായ ദിയാകുമാരിയാണ് അതിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. അവർ ഇവിടുത്തെ ഒരു MLA-യും രാജസ്ഥാന്റെ ഉപമുഖ്യമന്ത്രിയുമാണ്. ഇതെന്താ വെച്ചാൽ ആദ്യം ഇത് മെറ്റലായിരുന്നു, എന്നിട്ട് ഇതിന് തുല്യമായിട്ടുള്ള ഇത് ഫുള്ള് സിൽവർ കോയിൻസ് നിറച്ചു. 2000 കിലോഗ്രാം സിൽവർ കോയിൻസ് കൊണ്ട് ഇതിൽ നിറച്ചിട്ട് അത് മെൽറ്റ് ചെയ്തു, എന്നിട്ട് അതായിട്ട് പോളിഷ് ചെയ്തു. അങ്ങനെ അത് സിൽവർ ജാറായിരുന്നു. എന്തിനാ വെച്ചാൽ 1902 കിങ് ആൽബർട്ടിന്റെ കൊറോണേഷൻ സമയത്ത് ഇവിടുത്തെ രാജാവിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. പക്ഷെ ആ രാജാവ് അവിടെ ചെന്നിട്ട് അവിടുത്തെ വെള്ളം കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഗംഗാജലം മാത്രമേ കുടിക്കുള്ളൂ. അപ്പൊ അയാൾ കുടിക്കാനും വേണ്ടി ഇതിൽ ഗംഗാജലം 2 ഉണ്ട്. അതിൽ ഗംഗാജലം നിറച്ചിട്ട് അങ്ങോട്ട് കൊടുത്തേച്ചു. അപ്പൊ ഇപ്പൊ ഒന്നിപ്പോ ലണ്ടനില് മ്യൂസിയത്തിലാണ് ഇതേപോലെ. അങ്ങനെ അവരോടൊപ്പം കുറച്ച് തട്ടലും മുട്ടലൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഇപ്പോഴത്തെ രാജകുടുംബത്തിൻ്റെ ഒരു ഫാമിലി ട്രീ വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ രാജാവായ സവായ് പത്മനാഭ് സിംഗ് വരെയുള്ള ഫാമിലി ട്രീ അവിടെ വെച്ചിട്ടുണ്ട്. പഴയ രാജകുടുംബത്തിൻ്റെ എല്ലാവരുടെയും പേര് വിവരങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് മുബാറക് മഹൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് സിറ്റി പാലസിൻ്റെ. ഈ ബിൽഡിങ്ങിന്റെ 4 ഭാഗവും സിമെട്രിക്കലാണ്. ഇതിപ്പോ ഇതിൻ്റെ ഉള്ളിലൊരു ടെക്സ്റ്റൈൽ മ്യൂസിയം ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ താഴ് ഭാഗം ഇന്ത്യൻ ആർക്കിടെക്ചറും, മുകൾ ഭാഗം മുഗൾ ആർക്കിടെക്ചറും, അതിന്റെ മുകൾ ഭാഗം ബ്രിട്ടീഷ് ആർക്കിടെക്ചറും ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ഉള്ള സ്ഥലമാണ് സിറ്റി പാലസ് ഓഫ് ജയ്പൂർ. രാജകുടുംബത്തിന്റെ വാസസ്ഥലമാണ്. നമുക്ക് അവർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ മുകളിൽ കൊടിയുള്ള ആ ഭാഗം. അങ്ങോട്ട് പോകാൻ വലിയൊരു ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളത് നമുക്ക് ഇവിടെ കയറാൻ പറ്റിയത് ഇവിടുത്തെ ഒരുപാട് 6-7 മ്യൂസിയംസ് ഒക്കെ ഉണ്ട്. ഗണ്ണ്, അങ്ങനത്തെ ആർമറി ഉണ്ട്, പിന്നെ കാർസിന്റെ കളക്ഷൻ, ട്രാൻസ്പോർട്ടേഷന്റെ ഒരു മ്യൂസിയം ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ മ്യൂസിയംസ് ഉണ്ട്. 6-7 മ്യൂസിയംസ് ഉണ്ട്. പിന്നെ എന്താണ് 1727 വരെ ഇവര് അമർ ഫോർട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അത് നമ്മളിതുവരെ പോയിട്ടില്ല. നമ്മൾ അടുത്തതാണ് അങ്ങോട്ട് പോകുന്നത്. ഈ 1727 ശേഷമാണ് ഇതിവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് താമസം മാറി രാജകുടുംബം ഇങ്ങോട്ട് താമസം മാറിയത്. കിങ്ഡം ഓഫ് ആംബർ അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ജയ്പൂർ എന്നാണ് പിന്നീട് അവർ അറിയപ്പെട്ടത്. ഇതാണ് ഇവിടുത്തെ ദിവാനി കാസ്. അത് ഇവിടുത്തെ ഒരു പ്രധാന ഏരിയയാണ്. ഇവിടെ സെറിമണീസ് ഒക്കെ നടക്കുന്നത് ഒരു ഏരിയയാണ്. ഈ ഒരു ഹാള് സെറിമോണിയൽ ഹാളാണിത്. അതിന് ചുറ്റും ഭയങ്കരമായിട്ട് പിങ്ക് കളറിൽ റെഡ് സാൻഡ് സ്റ്റോണിലൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഒരുപാട് കൺസ്ട്രക്ഷൻസ്. ഇപ്പോഴത്തെ രാജാവിൻ്റെ ബ്രദറാണിത്, ഇവരുടെ മദറാണിത് അല്ലേ. 3 മക്കളാണുള്ളത്. ഒന്ന് പിന്നെ ഒരു വേറെ പെണ്ണും കൂടെ ഉണ്ട്. ഈ പെണ്ണിൻ്റെ ഫാദറാണിത് അല്ലേ. ഇയാളാണ് ശരിക്ക് ഇതിന്റെ മുന്നത്തെ മഹാരാജാവാണ് ഇയാള്. ഇയാൾക്ക് ശേഷം ആണ് ഇപ്പൊ നേരത്തെ കാണിച്ച ഇപ്പത്തെ രാജാവുള്ളത്. ഇയാൾക്ക് ആകെ ഒരു മകളാണ് അല്ലേ. ഇയാളുടെ വൈഫല്ലത്, അയാളുടെ വൈഫാണിത്. ഇതിന് മുന്നത്തെ റാണിയാണ്. ഇതാണ് ഇപ്പത്തെ രാജാവിന്റെ പെങ്ങള് അല്ലേ, ഇപ്പത്തെ രാജകുമാരി.
രാജകുമാരി അല്ല, ഇപ്പോഴത്തെ രാജാവിന്റെ അമ്മ, രാജാവിന്റെ അമ്മ. ഇവരിപ്പോ ഇവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ കൂടിയാണ്. ഇതാണ് ഇപ്പോഴത്തെ എന്താ പറയാ ടീംസ് താമസിക്കണ രാജാവൊക്കെ താമസിക്കണ കൊട്ടാരം. അവിടേക്കുള്ള വാതിലാണ്. അവർക്ക് അങ്ങോട്ട് കയറ്റൂല നമ്മളെ ടിക്കറ്റ് എടുക്കാതെ. അവരുടെ അതിൻ്റെ സെക്യൂരിറ്റിക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താ പറയുക, ഇത് ആക്ച്വലി ബാക്കിയുള്ളതൊന്നും പോലെയല്ല. ഗവൺമെൻറ് അല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്യണത്, കൊണ്ടിറക്കുന്നത്. ഇത് റോയൽ ഫാമിലീൻ്റെ അണ്ടറിൽ തന്നെ അവർ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബാക്കിയുള്ള ആംബർ ഫോർട്ട് പിന്നെ കുറേ കാര്യങ്ങൾ ഇവിടുത്തെ മോനുമെൻറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് രാജസ്ഥാനാണ്. പക്ഷേ ഇത് കൺട്രോൾ ചെയ്യുന്നത് രാജകുടുംബം ഡയറക്റ്റ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിറ്റി പാലസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അതാ അവിടെ സിറ്റി പാലസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ നേരെ പുറത്ത് കാണുന്നതാണ് ജന്തർ മന്തർ. ഭയങ്കര തിരക്കാണ്, പെരും തിരക്ക് അവിടെ. ജന്തർ മന്തർ, ഇതാണ് സിറ്റി പാലസിലേക്കുള്ള ഒരു എൻട്രി. ഇവിടെയൊക്കെ ടിക്കറ്റിൻ്റെ കൗണ്ടറുകളുണ്ട്. ഞങ്ങൾ വേറെ ഏതൊരു എൻട്രിയിലൂടെയാണ് കയറിയത്. ഞങ്ങൾ സിറ്റി പാലസ് കഴിഞ്ഞ് ജന്തർ മന്ദർക്ക് കയറുന്നതിൻ്റെ മുമ്പ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. ജന്തർ മന്ദറിൽ നല്ല തിരക്ക് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കൈലാഷ് റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ അടുത്തൊരു പള്ളി കണ്ടു. അപ്പോൾ പള്ളിയിൽ കണ്ടപ്പോൾ പള്ളിയിൽ നിന്ന് ആൾ നമ്മളെ എന്താണ് എനിക്ക് റമിക്കും ഇവിടെ നിസ്കരിക്കാനും ഇവിടെ സൗകര്യം ഒരുക്കി തന്നു. പള്ളീൻ്റെ ഉള്ളിലാണത്. നമ്മൾ കുറച്ചൊരു മൊബൈലിനും ചാർജ് വെച്ച് കണ്ട് എന്താണ് അതിൻ്റെ ഏറ്റവും മുകളിലെ ഫ്ലോറിൽ ഞങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞു. നമുക്ക് പോവല്ലേ റമിയ? ആംബർ ഫോർട്ട് അല്ലേ? ഈ പള്ളിയിലാണ് ഞങ്ങൾ നിസ്കരിച്ചത്. വാ, ഇവിടെ ഫുള്ള് ആക്ച്വലി ഇത് പിങ്ക് സിറ്റി തന്നെയാണ്, എക്സാക്റ്റ് പിങ്ക് സിറ്റിയാണ്. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ കളറൊക്കെ കൊടുത്ത് സംഭവം സെറ്റാണ്. ആ, ഈ കൈലാഷ് വെജീസ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ചൂടുവെള്ളം ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഡിമാൻഡ്. ചൂടുവെള്ളം ഒന്നും ഇല്ല.